ഹലോ ഉദ്വാണികളെ, നേരത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നേ. അതായത് നമ്മൾ അറോറ, നമ്മളുടെ സ്വന്തം അറോറ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അറിയാതെയാണെങ്കിലും പറഞ്ഞു പോയതിൽ ഒരു സത്യം അങ്ങ് വിട്ടുപോയി. അതായത് ഇവളും നജിലാനെ പോലെ തന്നെ തട്ടിപ്പുകാരിയാണെന്ന്. നജില തട്ടിപ്പുകാരിയാണ്, വെറുതെ സമ്മതിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയണ ഒരു കാര്യം, എൻ്റെ മോൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ എൻ്റെ മോന് കൊടുത്ത കേക്കിൽ ഒരു കഷ്ണം പോലും എൻ്റെ ഭർത്താവിന് കൊടുത്തില്ല എന്ന്. എടി, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിന് ആലോചിച്ചിട്ട് ഞാനല്ലേടി കഷ്ടപ്പെടേണ്ട, അല്ലെങ്കിൽ ഞാനല്ലേടി സങ്കടപ്പെടേണ്ട? നിനക്കിത്ര വെപ്രാളം തന്നേ. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ എനിക്കില്ലാത്ത അക്കരെ നിനക്കെന്താണ്? നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ പോരെ? ഒരു മന്ദബുദ്ധി, മന്ദബുദ്ധി കഴുതേ. എടി, കഴുതയ്ക്ക് പറഞ്ഞവളെ, എടി കഴുതയ്ക്കുണ്ടായവളെ. എടി, എൻ്റെ ഭർത്താവാണ് ആ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നത് പോയി. അതായത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് എൻ്റെ മോന് ജയിച്ചെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഞാനും എൻ്റെ ഭർത്താവും കൂടി പോയിട്ട്, എൻ്റെ ഭർത്താവിന് വണ്ടി ഓട്ടിക്കാൻ പറ്റൂലേ, ഞാനാണ് വണ്ടി ഓട്ടിക്കണത്. എൻ്റെ ഭർത്താവ് ബാക്കിലിരുന്നുകൊണ്ട് ഞങ്ങൾ പോയി മുട്ടായിയും, മക്കൾക്ക് മുട്ടായിയും കേക്കും ഒക്കെ ഞങ്ങൾ പോയി വാങ്ങിച്ച്. അങ്ങനെ വാങ്ങിക്കാൻ പറ്റൂ, കാരണം ഫോണിലാണ് GPay കിടക്കുന്നത്. ആ ഫോണെന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ഫോണാണ്. എന്താ ബുദ്ധി! ഓ, എന്നെയൊക്കെ സമ്മതിക്കണോടി. അത് കഴിഞ്ഞിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതൊരു ചെറിയ പെൺകുട്ടീനെ വെച്ചിരിക്കണമെന്ന്. എന്തുവാടിയേ നീ ഈ പറയണത്? എടി, അവൾക്കൊരു തന്തയും തള്ളയൊക്കെ ഉണ്ട്. ഈ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടീനെ വെറുതെ ഒരാവശ്യമില്ലാതെ വലിച്ചിട്ട് അവളുടെ വീട്ടിൽ പോകും, അവളെ മൂത്താപ്പനെ കാണുമെന്ന്. നീ പോയി കാണടി. എടി, ഞങ്ങൾ ഫാമിലി സുഹൃത്തുക്കളാണടിയേ. എടിയേ, ഞങ്ങൾ ഫാമിലി സുഹൃത്തുക്കളാണടിയേ. നീ പോയി കണ്ടാ ഉടനെ ഓ അയ്യോ ആണോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ അങ്ങ് സൽക്കരിച്ച് വിടും. നീ ആരെ പേടിപ്പിക്കണത്? ഓ, നിന്റെ ഒരു പേടിപ്പിക്കൽ കണ്ട് ഞാനങ്ങ് പെടുത്ത് തൂറിപ്പോയി. എന്നെ നിലവിലാതി ബുദ്ധി കാഴുതൊക്കെ ഉണ്ടായത്.